ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യ ന്യൂസിലാൻഡ് ODI സീരീസ് സ്റ്റാർട്ടായി. നമ്മുടെ ഫസ്റ്റ് മത്സരത്തിന്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് മത്സരമാണ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞത്. എന്തായാലും നിർഭാഗ്യവശാൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. എന്തായാലും തോൽവി അങ്ങനെ വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന തോൽവിയൊന്നല്ല. ഇടയ്ക്ക് ഇത്തരത്തിലുള്ള തോൽവികൾ ODI ടീമിന് നല്ലതാണ്. കാരണം 2027 വേൾഡ് കപ്പ് ഒക്കെ വരാൻ പോവാണല്ലോ. അപ്പൊ ആരുടെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ODI ടീം പോകുന്നത് എന്നറിയാനായിട്ട് ഇത്തരം ചില തോൽവികൾ നല്ലതാണ്. ചില മത്സരങ്ങളിൽ ചില പ്ലേയേഴ്സ് ഫോം ഔട്ട് ആകുമ്പോൾ ടീം എൻറ്റയർലി കൊളാപ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അത് വേൾഡ് കപ്പ് മാച്ചസിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് മുന്നേ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇനി എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് കാര്യങ്ങളെന്നൊക്കെ. ഇന്നത്തെ മത്സരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടോപ്പ് ഓർഡർ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എക്സെപ്റ്റ് ശുഭ്മാൻ ഗില്ലിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഒരു 50 വന്നത്. പിന്നെ കോഹ്ലിയും രോഹിത് ശർമ്മയും രണ്ടുപേർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. വിരാട് കോഹ്ലി കേസ് പറയുമ്പോൾ ODI കരിയറിൽ തന്നെ അദ്ദേഹത്തിന്റെ ODI കരിയറിൽ തന്നെ ഒരു നെക്സ്റ്റ് പ്രൈം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രേയസ് അയ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി അടിക്കുന്നു. ആരും അതിനെപ്പറ്റി ഇപ്പം സംസാരിക്കുന്നില്ല. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. കാരണം അതൊരു സാധാരണ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആർക്കും അതൊരു പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. അദ്ദേഹം ഇതാ വീണ്ടും 53ാം സെഞ്ചുറി അടിക്കുന്നു, 52ാം സെഞ്ചുറി അടിക്കുന്നു. അദ്ദേഹത്തിന് ഇതാ വീണ്ടും ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം കിട്ടുന്നു. സച്ചിന്റെ അടുത്ത് എത്തി 2ാം സ്ഥാനത്ത്, ODI 2ാം സ്ഥാനത്ത് എത്തി, റൺസ് എത്തിയേക്കുന്നു. ഇതൊന്നും ഒരു വിഷയമല്ലാതെ മാറ്റിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. ഇതിനും വലുത് എന്തൊക്കെയോ ഇനിയും ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യണം വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ പക്ഷെ ആ ഒരു ഇതായിരിക്കും, ആ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഒരു 60 സെഞ്ചുറി മിസ്സായി. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും T20 ടീമിനെ മാറ്റി നിർത്തിയിട്ടൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഒരു ODI ടീമിനെ തന്നെയാണ്. ODIക്കും T20ക്കും ഡിഫറെന്റ് രണ്ട് ടീമുകളാണ്. അപ്പൊ അതിൽ ODI ടീം T20 പ്ലേയേഴ്സ് ആരും ഇതിലില്ല, രണ്ട് ടീമിലും ഇല്ല. ആദ്യത്തെ മത്സരത്തിലെ പോലെയല്ല, ടോസ് ഇന്ത്യക്ക് കിട്ടിയില്ല. ന്യൂസിലാൻഡാണ് ടോസ് കിട്ടിയത്. അവര് ബോളിംഗ് ആണ് തെരഞ്ഞെടുത്തത്. സ്വാഭാവികമായിട്ടും വലിയൊരു ചേസ്, ഒരു 350ക്ക് മുകളിലൊക്കെ റൺസ് എത്തിക്കാവുന്ന നല്ല രീതി ബാറ്റിംഗ് കണ്ടീഷനുള്ള പിച്ച് തന്നെയായിരുന്നു. പക്ഷെ ഇന്ത്യക്ക് തുടക്കം തന്നെ പാടുണ്ടായത്. രോഹിത് ശർമ്മയ്ക്ക് റൺസ് കണ്ടെത്താൻ പറ്റിയില്ല, അദ്ദേഹം ഔട്ട് ആവുകയുണ്ടായത്. ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞ മത്സരത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 50 അടിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ വളരെ പയ്യാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ മത്സരത്തിൽ കുറച്ചുകൂടി സ്റ്റാൻഡായി അദ്ദേഹം ഫോമിലേക്ക് വന്നു. വളരെ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലി തന്നെ അദ്ദേഹം ബൗണ്ടറീസ് കണ്ടെത്തി കളിക്കാനുണ്ടായത്. പക്ഷെ 50 കഴിഞ്ഞപ്പോൾ അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി ഔട്ടായി. വിരാട് കോഹ്ലി ഔട്ടായി. അതിന് പുറകെ ശ്രേയസ് അയ്യരും അധികം റൺസ് കണ്ടെത്താൻ അത് ഔട്ടായി. ന്യൂസിലാൻഡിന്റെ 2 സ്പിന്നേഴ്സ് എസ്പെഷ്യലി ബ്രേസ്വെല്ലൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഓവറുകളിൽ അധികം റൺസ് കണ്ടെത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പേസർമാർക്കെതിരെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അവന് വിക്കറ്റ് വേണ്ടത്. ക്ലാർക്കിനൊക്കെ നല്ല രീതിയിൽ വിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ കുറെ നാളായിട്ട് പേഴ്സണലി പറയട്ടെ, ഞാൻ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഒന്ന് കൊളാപ്സ് ആയി കാണുന്നത് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 118-ല് 4 എന്നൊക്കെ സിറ്റുവേഷൻ വന്നപ്പോ ഇതാണ് ഞാൻ ആഗ്രഹിച്ചൊരു മൊമെന്റ്. കാരണം ഇന്ത്യയുടെ ലോവർ ഓർഡർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യും എന്ന് കാണാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം മറ്റാരുമല്ല, ഒറ്റ പേര്, ഒരു പ്ലെയർ ആ ലോവറോട് കളിക്കുന്നുണ്ടായിരുന്നു. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ഇന്ത്യ കണ്ടെത്തിയ ഏറ്റവും ബെസ്റ്റ് ബാറ്റിംഗ് ടാലന്റ്. ടെസ്റ്റിലും ODIയിലും T20യിലും എല്ലാത്തിലും പെർഫെക്റ്റ്ലി സ്യൂട്ട് ആയിട്ടുള്ള പെർഫെക്റ്റ് മാച്ച് വിന്നർ. ഫോം ആയി കഴിഞ്ഞാൽ ഏത് തരം ഷോട്ടും തന്റേതായ ശൈലിയിൽ കളിക്കുന്ന വൺ ഓഫ് ദ ഫൈനസ്റ്റ് എസ്തെറ്റിക് ഷോട്ട്സിന്റെ ഉസ്താദ് എന്ന് പറയാൻ പറ്റുന്ന, ഷോട്ട്സിനെല്ലാം പ്രത്യേക തരത്തിലുള്ള എലഗൻസ് ഉള്ള വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇന്ത്യൻ ബാറ്റർ. നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിൽ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലെയർ. നിങ്ങൾ ഓപ്പണിംഗ് കളിപ്പിച്ചോ, നിങ്ങൾ 1 ഡൗൺ കളിപ്പിച്ചോ, നമ്പർ 4 കളിപ്പിച്ചോ, എന്നിട്ട് ഫിനിഷിംഗ് കളിപ്പിച്ചോ, എല്ലായിടത്തും കളിക്കാൻ പറ്റും. ഒരു ടെറിഫിക് ഫീൽഡറും ഒരു കിടിലൻ വിക്കറ്റ് കീപ്പറും. ഇതിന് ക്യാപ്റ്റൻസി പോലും വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യും. മറ്റാരുമല്ല, കണ്ണൂർ ലോകേഷ് രാഹുൽ, KLR. ഫ്ലിക്കിനൊക്കെ അതിമനോഹരമായ ഭംഗിയാണ് KLRും സ്റ്റാൻഡായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ക്ലാസി ആയിട്ടുള്ള പ്ലെയർ. പക്ഷെ ഡെബ്യൂട്ട് ചെയ്ത് 10 വർഷത്തിന് ശേഷം ഇപ്പോഴും ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല എന്ന് തന്നെയായിരിക്കും ബഹുഭൂരിപക്ഷം ആളുടെയും മറുപടി. എന്താണെന്നറിയില്ല, എനിക്ക് KL രാഹുലിന്റെ ബാറ്റിംഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും അദ്ദേഹം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റിലെ തന്നെ മനോഹരമായ കാഴ്ചകളൊന്നാണ് KL രാഹുലിന്റെ ബാറ്റിംഗ്. പക്ഷെ എന്നിട്ടും മതിയായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് ടാലന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് അനുസരിച്ചുള്ള പെർഫോമൻസ് ഇന്നും കൊടുക്കാത്ത, അല്ലെങ്കിൽ ആ ടാലന്റിനോട് നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ലെവലിലോട്ടൊക്കെ വാഴ്ത്തപ്പെടേണ്ട ഒരു പ്ലെയറാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും കരിയർ അവസാനിക്കുമ്പോൾ പോലും അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരു ഓർഡിനറി ഇന്ത്യൻ ബാറ്ററായിട്ട് മാത്രമായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. ഇത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിന് മുൻപ് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിന് ഇന്ന് തന്റെ കിട്ടിയ റോള് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. 112-4 എന്ന നിലയിൽ ഇന്ത്യ ബാറ്റ് ചെയ്യണം. പിന്നെ ജഡേജയും KLRും ക്രീസിലുണ്ട്. ജഡേജയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം.
ഓടി ടീമിന് ജഡേജ 2020 വേൾഡ് കപ്പ് കളിക്കണോ വേണ്ടയോ എന്നൊക്കെ സെലക്ടേഴ്സ് തീരുമാനിക്കുന്ന കേസാണ്. എന്തായാലും ആസ് എ വ്യൂവർ എന്ന രീതിയിൽ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജഡേജയുടെ ബാറ്റിംഗ് രീതി. എന്തായാലും KLRലോട്ട് വരാം. ടീമിനെ ഒരു 300-നടുത്ത് എത്തിച്ചേ പറ്റുള്ളൂ. ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, അതുപോലെ ഹർഷിത് റാണയൊക്കെയാണ് ഇതിന് ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങാനുള്ളത്. ഒരറ്റത്ത് KLR നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 300-നടുത്തോട്ട് സ്കോർ ഇന്ത്യ എത്തുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രഷർ സിറ്റുവേഷൻ തന്നെയാണ് അദ്ദേഹത്തെ എപ്പോഴും ബുദ്ധിമുട്ടിക്കാറ്. ഫ്രീ ഫ്ലോ ആയിട്ട് ഓപ്പണിംഗ് ഇറങ്ങി ബാറ്റ് ചെയ്യാനൊക്കെ KLRന് വളരെ മികച്ച കഴിവ് തന്നെയാണുള്ളത്. പക്ഷെ മിഡിൽ ഓർഡറിലോട്ടൊക്കെ വരുമ്പോൾ ടീമിനെ മൊത്തത്തിൽ ക്യാരി ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ KLR പതറിപ്പോവും. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആസ് എ KLRനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയ്ക്ക് വളരെ എൻജോയ് ചെയ്ത് കണ്ട ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിന്. ആ ഇന്നിങ്സ് കൊണ്ടുപോയ രീതിയിൽ മൊത്തം ടീം സ്കോർ ഇങ്ങനെ കൊണ്ടുപോയ രീതിയൊക്കെ, ആ കളി കൊണ്ടുപോയ രീതി തന്നെ വളരെ മനോഹരമായിരുന്നു. കൂടുതലും സ്ട്രൈക്ക് മേടിച്ച് കളിച്ച് അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് സെഞ്ചുറി തന്നെയായിരുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ. ODI ക്രിക്കറ്റിൽ KLRന്റെ ബെസ്റ്റ് ഇന്നിങ്സ് തന്നെയായിരുന്നു കഴിഞ്ഞെന്ന് പറയാം. എന്തായാലും വളരെ സന്തോഷമുണ്ടായി അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കണ്ടപ്പോൾ. അദ്ദേഹം അർഹിച്ചിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ആരാണെന്ന് ഒരുപാട് പേർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഇന്നിങ്സ് ഇപ്പോഴും പലരും KLRനെ കളിയാക്കുന്നതാണ് 2023 വേൾഡ് കപ്പ് ഫൈനൽ ഇന്നിങ്സ് ഒക്കെ വെച്ചിട്ട്. ബട്ട് സ്റ്റിൽ KL എന്ന് പറയുന്നത് ഇപ്പോഴും എന്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ തന്നെയാണ്. ഒരുപാട് പേര് ഫേവറേറ്റ് പ്ലെയർ ആണ്. ബട്ട് സ്റ്റിൽ തന്റെ ടാലന്റിനോടും അല്ലെങ്കിൽ തന്റെ കഴിവിനോട് നീതി വളർത്താത്ത പ്ലേയേഴ്സിൽ ഒരാളായിട്ട് KL എന്തായാലും മാറിയിരിക്കുകയാണ്. എന്തായാലും അത്ഭുതം സംഭവിച്ചില്ല, അങ്ങനെ തന്നെയായിട്ട് അദ്ദേഹത്തിന്റെ കരിയർ തീരുമെന്നാണ് തോന്നുന്നത്. എനിവേ നല്ലൊരു സ്കോറിലോട്ട് തന്നെ ഇന്ത്യ എത്തിയെങ്കിൽ പോലും ന്യൂസിലാൻഡ് വളരെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു സ്കോറായിട്ട് അത് മാറിയിട്ടുള്ളൂ. ഹർഷിത് റാണ വളരെ മികച്ച രീതിയിൽ തന്നെ 12 സ്റ്റാർട്ടിങ്ങിൽ വിക്കറ്റ്സ് ഒക്കെ എടുത്തു. ബട്ട് സ്റ്റിൽ അതുപോലെ യങ്ങിന്റെയും മിച്ചലിന്റെ ഇന്നിങ്സ്, ഡാരി മിച്ചലിന്റെ ഇന്നിങ്സ് കോഹ്ലി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ODIയിൽ ഇത്രയും പീക്ക് കൺസിസ്റ്റൻസി കഴിഞ്ഞ കുറെ നാളായിട്ടുള്ള വേറെ പ്ലെയർ ഇല്ല. ഡാരി മിച്ചൽ അമ്മാതിരി കൺസിസ്റ്റൻസിയാണ്. നിലവിൽ നമ്പർ 2 റാങ്കിലുള്ളത് തന്നെ 1 പോയിന്റ് വ്യത്യാസത്തിലാണ്. തീർച്ചയായിട്ടും നമ്പർ 1 അദ്ദേഹം അടുത്തതിന് എത്തും. പീക്ക് കൺസിസ്റ്റൻസി. ഇന്ന് കുൽദീപ് യാദവിനൊക്കെ കളിച്ച രീതിയൊക്കെ കാണണം. കുൽദീപ് യാദവ് ആണെങ്കിൽ പിന്നെ തുടക്കത്തിൽ അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ ഓവർ അടി മേടിച്ചുകൊണ്ടിരിക്കും. അത് പുള്ളിയുടെ രീതി എങ്ങനെയാണ്. ഇത്രയും കിടലൻ സ്പിന്നറാണ്. ഒരു ആവറേജ് ബോളർ ആണെങ്കിൽ വളരെ കിടലൻ സ്പിന്നറാണ്. പക്ഷെ പുള്ളി ആരെയും പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ കോൺഫിഡൻസ് ഒക്കെ പോയി പുള്ളി പിന്നെ അടി മേടിച്ചുകൊണ്ടിരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു. അത് നല്ല രീതിക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്തു ന്യൂസിലാൻഡ് ബാറ്റേഴ്സ്. കുൽദീപ് യാദവിനെ തെരഞ്ഞു പിടിച്ച് തല്ലിയായിരുന്നു. എന്തായാലും വളരെ ഈസി ആയിട്ട് അവർ വിജയത്തിലോട്ട് എത്തുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ തോൽവി നല്ലത് തന്നെയാണ്. ഇത്തരത്തിൽ മിസ്റ്റേക്സ് നമ്മളൊക്കെ പഠിക്കാറ്. അപ്പൊ എന്തായാലും അടുത്ത ODI മത്സരം ഇതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ കുറച്ച് ഭയങ്കര ഡിലേ ആയി, നമുക്ക് അധികം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോ T20 മത്സരത്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ODIക്ക് റോക്കോ കളിക്കുന്നു എന്നുള്ളത് ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ ODIക്ക് വലിയൊരു ഹൈപ്പ് വരുന്നില്ല. കാരണം T20 വേൾഡ് കപ്പ് ആണല്ലോ വരാൻ പോകണം. ബട്ട് സ്റ്റിൽ ODI എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോസ് ഇനി കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.